ഹായ് ഹലോ, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നുണ്ടല്ലോ ഒരു അച്ചാറിടാൻ പോവാണേ. സത്യം പറയാലോ, എനിക്ക് അച്ചാറിടാൻ വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഏതാണ്ട് 1-2 പ്രാവശ്യം മാത്രമേ അച്ചാറിട്ടിട്ടുള്ളൂ. അത് ഗംഭീര രുചിയാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. സാധാരണ കുഞ്ഞോനാണ് കേട്ടോ ഇവിടെ അച്ചാറിടുന്നത്. അതാണെങ്കിൽ അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പം പിന്നെ അറിയാത്ത പണിക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ സൈഡിലേക്ക് നോക്കാറുമില്ല. അച്ചാറെന്ന് പലവട്ടം പറഞ്ഞല്ലാതെ എന്ത് അച്ചാറാന്ന് പറഞ്ഞില്ല കേട്ടോ. ഇതാണ് അച്ചാർ, ചാമ്പങ്ങ അച്ചാർ. കഴിഞ്ഞ വർഷം ചാമ്പങ്ങ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ പറിച്ച് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് എത്രമാത്രം മുഴുക്കുമെന്ന് അറിയാത്തതുകൊണ്ട് തീരെ കിളുന്തിലേ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ചുവപ്പ് കളറിലാണ് ഞങ്ങൾ ഇട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ നല്ല വെള്ള കളറായിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ പോയേ. ഇനി ഏതായാലും നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതായാലും ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് കടുകും അതുപോലെ ഉലുവയും ഇട്ട് കൊടുത്തു. അത് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതൊന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴേക്കും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയില്ലേ, അതങ്ങ് ചേർത്ത് കൊടുത്തു. അത്യാവശ്യം വലിയ സ്പൂണ് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവാപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ കായപ്പൊടിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണമില്ലേ, അതങ്ങ് മാറിക്കഴിയും വരെ ഒന്ന് വഴറ്റണം കേട്ടോ. പൊടികളുടെ പച്ചമണം അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ചാമ്പങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. വെള്ളം കളയണ്ട കേട്ടോ. അതിൻ്റെ ടേസ്റ്റും ഗുണവും മൊത്തം ആ വെള്ളത്തിലായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുത്തോ. ഒഴിച്ചപ്പോൾ ഈ പരിമാണം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ അച്ചാർ ഇത്തവണയും കോളായിന്ന്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ വെള്ളം നല്ലപോലെ അങ്ങ് പറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ അച്ചാർ കിട്ടുവേ. അതിന് വേറൊരു ടിപ്പാണ് ഈ പറയാൻ പോകുന്നത്. 2 സ്പൂൺ നമ്മുടെ കടുകുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുത്തിട്ട് തിളക്കുന്ന ആ അച്ചാറിനകത്തേക്ക് ആ കടുകങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും, അതുപോലെ നല്ല കൊഴുപ്പും കിട്ടും. അതിനുശേഷം ഈ ഒരു പരിവാകുമ്പോഴേക്കും ഒരു 2 സ്പൂൺ വിനാഗിരിയില്ലേ, അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കണം. 2 വലിയ സ്പൂണാണ് കേട്ടോ. അതും തിളച്ച് ഈ പരിവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഓഫ് ചെയ്യണം. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നുകൂടി അങ്ങ് സെറ്റാവും. കിച്ചണിൽ നിന്നാണ് കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്തത്. അതുകൊണ്ട് അച്ചാറിൻ്റെ കളർ അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. നേരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നിന്നിട്ടാണ് ആ അച്ചാർ തണുത്ത് കഴിഞ്ഞപ്പോൾ കുപ്പിയിലാക്കിയത്. കണ്ടോ, ഇപ്പോൾ കണ്ടോ, നല്ല റെഡ് കളറിൽ അടിപൊളി ചാമ്പങ്ങ അച്ചാർ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാമ്പങ്ങ വീട്ടിലുള്ളവർക്ക് ചെയ്ത് നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഉപ്പിലിട്ട ചാമ്പങ്ങ തന്നെ വേണം എന്നൊന്നും ഇല്ല കേട്ടോ. ഉപ്പിലിടാത്തത് കൊണ്ടും ഇതുപോലത്തെ നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉപ്പിലിട്ടതുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. എന്ത് സാധനവും ഉപ്പിലിട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അത് ഈ ചാമ്പങ്ങയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അച്ചാർ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് ഒരു ചില്ലുകുപ്പിയിൽ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരുപാട് കാലം ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ശരി, പിന്നെ കാണാം.